എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസിന്റെ എപ്പിസോഡ് 11. എപ്പിസോഡിന്റെ ആദ്യം തന്നെ മാസ്റ്റർ ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്ന മൂവിനെയാണ് കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ മാസ്റ്റർ ഉണർന്നു. അതുകൊണ്ട് എങ്ങനെയുണ്ട് സോൾ ഹാളിന്റെ പവർ? എനിക്ക് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാനും അറിയാം, കൊല്ലാനും കഴിയാം. മാസ്റ്റർ അതിന് നിനക്ക് ഞാൻ ബോൺസിലിംഗ് ഫ്ലെയിം തരില്ലേ എന്ന് നിനക്കറിയാലോ. എന്ന മൂക്ക് ഈ സോൾ ഹാളിനെ എതിർത്ത് നിന്നെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ല, ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരട്ടെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ മാസ്റ്റർ എന്ന ആ ഫോർമേഷൻ എനിക്ക് കാണിച്ചതാ, ഞാൻ തന്നെ അതിനെ ഫീഡ് ചെയ്യാം. നിന്റെ പൊസിഷനെ എടുക്കുമെന്ന പേടിയുണ്ടെങ്കിൽ വേണ്ട. മൂവിന്റെ ഈഗോ സ്റ്റാർട്ടായി, അതുകൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു സ്റ്റോണ്, അതുവഴിയാണ് സോൾ ഹാളിന്റെ പവേഴ്സ് എടുക്കുന്നത് പോലെ. സോൾ ഹാളിന്റെ പവറായ എറ്റേണൽ ഇമോർട്ടാലിറ്റി ഇവിടെ നിന്നാണ് കിട്ടുക എന്ന് മൂഗു പാസ്റ്റിലെ ഈ പ്ലേസിലേക്ക് ആദ്യം മൂഗു വന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ മൂഗുവിന്റെ വോയിസും. ഈ ഫോർമേഷൻ സോൾ ഹാളിലെ മോസ്റ്റ് പവർഫുൾ സീക്രട്ട് സ്കില്ലാണ്. അതെനിക്ക് മാസ്റ്റർ പഠിപ്പിച്ചു തന്നതാണ്. ട്രസ്റ്റബിൾ ആയവർക്ക് മാത്രമേ അത് പഠിപ്പിക്കാറുള്ളൂ. മാസ്റ്റർ കുഴിച്ചിട്ടിരിക്കുന്ന സ്പിരിറ്റ് സ്റ്റോണ് അത് കണ്ടെത്തുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തുകയാണ് അവസാന കൽപ്പന എന്ന പോലെ. അതിൽ ഹെവൻലി ഫ്ലെയിം കൊടുത്താണ് ഫീഡ് ചെയ്യേണ്ടത്. അതിന്റെ പവർ, സോൾ ഹാളിന്റെ പവർ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആ കൈ തന്നെ മുറിച്ച് കൊടുത്തു. അപ്പൊ നോക്കുമ്പോണ്ട് ആ വലത്തെ കൈ അതൊരു ഈവിൾസിന്റെ പവർ ചേർന്ന ഒരു കൈയായിട്ട് മാറി. ആ കിട്ടിയ സന്തോഷത്തില് പൊട്ടിച്ചിരിക്കുകയാണ്. മൂവു സോൾ ഹാളിന്റെ അടിമയായിട്ട് മാറി എന്നർത്ഥം. അപ്പോൾ മാസ്റ്റർ നീ എക്സ്ചേഞ്ച് ചെയ്ത് ഈവൾ പവേഴ്സ് കിട്ടുകയും ചെയ്തു, അത് കൾട്ടിവേഷൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നീ എന്തിനാണ് ഡൗക്കി എടുക്കുന്നത്? എന്നാൽ മൂവു അതിനൊന്നും പറയാതെ ഞാൻ മാത്രമാണ് ഒരേ ഒരു സോൾ ഹാളിലെ മാസ്റ്റർ, നീ എനിക്ക് ബോൺസില്ലിംഗ് തരാം, ഈ പൊസിഷൻ ചോദിച്ചാലും ഞാൻ തരില്ല, എനിക്ക് വേണ്ട നിന്റെ പൊസിഷൻ എന്ന് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നിന്നെ അവർ ചതിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, ഇതിന്റെ യഥാർത്ഥ മാസ്റ്റർ ഹുൻമേശങ്ങാണ്. നിനക്കിത് ഫ്രീ ആയിട്ട് തരുമെന്നാണോ? നീ അതിന്റെ അടിമയായി. എന്നാൽ മൂവ് അതൊന്നും കേൾക്കുന്നില്ല. പറഞ്ഞത് ചെയ്യാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. മാസ്റ്റർ അതിനെ നിനക്കെന്നെ കൊല്ലാൻ പറ്റുമെന്നാണോ എന്ന് പറയുമ്പോൾ മൂഗു ആ ചങ്ങല അതുപയോഗിച്ച് ലോക്കാക്കിയിട്ട് ഹെവൻലി ഫ്ലെയിം നോക്കുമ്പോൾ അത് കാണുന്നില്ല. അത് ഷിയോയന്റെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കി കൊലവേറി ഞാൻ അവനെ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലുന്നത് കണ്ടോ. അതിനുശേഷം ഗോക്ലാൻ അവിടെ യൂണറിനെ വിളിച്ചു വരുത്തി. നിന്നെ ഞാൻ ഷിയോ ഫാമിലിയിലേക്ക് വിടുമ്പോൾ എന്താണ് പറഞ്ഞത്? അതിന് യൂണർ എന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചായാലും ആ ജെയ്ഡ് ആ പീസ് സംരക്ഷിക്കണം. വേറെ എന്തെങ്കിലും ഷിയോ ഫാമിലിനെ ഇല്ലാതാക്കാൻ വന്ന അവരെ തടയാൻ നോക്കണം. പറ്റിയില്ലെങ്കിൽ ആ ജെയ്ഡ് ടോക്കൺ അത് കൊണ്ടുവരണം. അവിടെ ഉള്ളവരെ മരിച്ചുപോയ അവരെ കാണിച്ചിട്ട് ഇതെല്ലാം സോൾ ഹാളിനെ എതിർത്ത് പോരാടി മരിച്ച ആൻസെസ്റ്റേഴ്സ് ആണ്. നീ എന്നോട് കള്ളം പറഞ്ഞാലും ഇവരുടെ മുന്നിൽ വെച്ച് പറയില്ല, സത്യമാണോ എന്ന് പറഞ്ഞ് മുട്ട കുത്തിപ്പിച്ച്. എന്നാൽ യൂണർ അപ്പോൾ പറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല. അത് ഷിയോയാന്റെ കയ്യിൽ തന്നെയുണ്ട്, അത് ഷിയോശാൻ തന്നെ കൊടുത്തു എന്നത് പറയുമ്പോൾ ഷിയോയാൻ അവൻ എന്ത് അധികാരമുണ്ട് എന്ന രീതിയിൽ പറയുകയാണ്. യൂണർ അതിന് ഷിയോങ്ങളെ ട്രസ്റ്റ് ആയിട്ട് കൊടുത്തതാണ്, അതുമല്ലാതെ അവരുടെ അവകാശപ്പെട്ടതല്ലേ, കൈമാറ്റം ചെയ്ത് വരുന്നതുമാണ്, നമ്മൾ എന്തിനാണ് എടുക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആണ് അവളെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് നീ തെറ്റിദ്ധരിച്ചു എന്ന്. ഇപ്പോഴാണ് അതിനെ കുറിച്ചുള്ള സത്യം അത് പറയാൻ തുടങ്ങി. ആ ജെയ്ഡ് ടോക്കൺ സോൾ ഹാളിനെ എതിർക്കാനുള്ള മെയിനായ ഒന്നാണ്. അത് കേട്ട് ഷിയോ ഫാമിലിയിൽ ഉള്ളതാണ് എങ്കിൽ മൂക്ക് മാസ്റ്ററിനെ കൊണ്ടുപോയി ഷിയോയാൻ സോൾ ഹാളിനെ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതാണ്. ഇത് യൂസ് ചെയ്താൽ ഉപകാരമാകുമല്ലോ, അത് പറയാം എന്ന് പറയുമ്പോൾ അവളെ തടഞ്ഞിട്ട് നിനക്ക് സോൾ ഹാളിനെ പറ്റി ഒന്നും അറിയില്ല, മൂവിന്റെ സ്ട്രെങ്ത് എത്രമാണെന്ന് പോലും. 1000 വർഷങ്ങൾക്ക് മുൻപ് 8 പവർഫുൾ ക്ലാൻ ഉണ്ടായിരുന്നു, ഗോ ക്ലാനിനെ പോലെ. അതിലൊന്നാണ് സോൾ ക്ലാൻ. അതിൽ ജീനിയസ് ആയ മാസ്റ്റർ ഉണ്ട്. അതിൽ ആ ലീഡറിന്റെ പേരാണ് ഹോത്തിയൻ. കുറെ പവർഫുൾ ആകാൻ വേണ്ടി ഈവിൾ ടെക്നിക്ക് ആ വഴി യൂസ് ചെയ്തു. അതിനായിട്ട് ഒരുപാട് പേരെ കൊന്ന് ഡൗക്കി എടുത്തു. ഇത് ഒരുപാടായപ്പോൾ അവർക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പുതിയതൊന്നും തുടങ്ങി, അതാണ് ഹാൾ ഓഫ് സോൾ. ഒരുപാട് പേരെ അതിലേക്കും ചേർത്ത് ഈവിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് അവരുടെ കൂടെ ചേർന്നു. ഇവ മനസ്സിലാക്കാം ഹാൾ ഓഫ് സോളിന്റെ മെയിൻ ഹെഡ് അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ ആരാണെന്നാൽ ഹോത്തിയാനാണെന്ന്. ഹോത്തിയൻ ഒരുപാട് ക്രൂരമായിട്ട് ആണ് ചെയ്യുന്നത്, ഒരു സെമി ഗോഡായിട്ട് മാറി. എന്നാൽ യൂണർ അതിന് ഈ 1000 വർഷത്തിനിടയിൽ ആരും തന്നെ ഗോഡ് ആയിട്ടില്ല എന്നാണല്ലോ കേട്ടിട്ടുള്ളത്, ആർക്കും തന്നെ ആകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്. എന്നാൽ അവൻ ഈവിൾ ടെക്നിക്ക് യൂസ് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള പവർഫുൾ ക്ലാൻസിനെ വില കുറച്ച് കണ്ട് എനിമിയെ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അവനെ തടയാനായിട്ട് പാടുപെട്ടു. എങ്കിലും ഷിയോ ക്ലാനിൽ ഉണ്ടായിരുന്ന അപ്പോഴുള്ള ലീഡർ ഷിയോ ഷുവാൻ മുന്നോട്ട് തന്നെ ആയിരുന്നു. ഹോത്തിയാനെ ആയിട്ട് ബാറ്റിൽ ചെയ്ത് അവസാനം സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്ത് ഹോത്തിയാനെ സീലും ചെയ്തു. അത് കേട്ട് വിശ്വസിക്കാനാകാതെ അപ്പോൾ ഷിയോ ഫാമിലി എന്നത് ഷിയോ ക്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം സമ്മതിച്ചില്ല. അത് എടുത്തെടുത്ത് ചോദിക്കുമ്പോഴും പറയുന്നുമില്ല. എല്ലാം തീർന്നെന്ന് വിചാരിക്കുമ്പോഴാണ് 50 വർഷങ്ങൾക്ക് മുൻപ് ഹുൻമേഷ്യങ് സോൾ ഹാളിലെ ലീഡറാകുന്നത്. അവനും അതേപോലെ ഈവിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് അവരെ എതിർത്തു. സ്റ്റാർഫാൾ ഹാളിലെ മെഡിസിൻ സേജ് അവരാണ് എതിർത്തത്. അവിടെയുള്ള ജൂനിയേഴ്സായ മൂഗു ഈവിൾ ടെക്നിക് കണ്ട് അതിൽ ചേർന്നു മെഡിസിൻ സേജിനെ കൊന്നു.
എന്നാൽ യുവാൻ അറിയില്ലല്ലേ ഹാൻഫ് അങ്ങനെ കൊന്നത് എന്ന്. ഇപ്പോഴുള്ള പവർഫുൾ ഏൻഷ്യൻ്റ് 8 ക്ലാനിലെ ഗു ക്ലാൻ മാത്രമാണ് ഉള്ളത്. പവർഫുള്ളായിട്ട് ഗു ക്ലാൻ പിന്നെ ഹുൻമേസിങ്ങിനെ ഏൻഷ്യൻ്റ് ബോധി ട്രീയിൽ അതിനുള്ളിൽ സീൽ ചെയ്തു. ഇപ്പോൾ അടുത്തത് മോഗു അതേ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. യൂണറിന് ഇത് സീരിയസ് പ്രശ്നമാണെന്ന് മനസ്സിലായി. ഷിയോയാനെ തടയണം, എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ യുവൻ തടഞ്ഞിട്ട് നീ ഇനി ഷിയോയാന്റെ കാര്യത്തിൽ ഇടപെടണ്ട, അവനിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ ഇനി ഷിയോ ഫാമിലിയിലുള്ളതല്ല, ഗോ ക്ലാനിലുള്ള യങ് ലേഡിയാണ്, ഗോ ഷോണർ അല്ലെങ്കിൽ യൂണർ. നീ ആദ്യം ഹാൾ ഓഫ് സോളിനെ എതിർത്ത് പോരാടാനുള്ളത് ചെയ്. അവൾ പറയുന്ന ഒന്നും കേൾക്കാതെ നീ അതിനായിട്ട് ഗോറിലം അല്ലെങ്കിൽ റിയാം അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് അവിടെ പോകൂ. അവിടെ പോയിട്ട് നന്നായിട്ട് ട്രെയിനിങ് ചെയ്ത് നിൽക്കാനായിട്ട് പറയുവാണ്. ആ ഗോറിലം അങ്ങനെ പറയാം. അവിടെ പോയാൽ പുറത്തു പോകുന്നത് കഴിയില്ല 3 ദിവസം. അതിനുശേഷം അവളെ പറഞ്ഞുവിട്ട് അത് കഴിഞ്ഞ് ഗുയാബ ഉള്ളവരോട് ആ സോൾജേഴ്സ് അവരോട് അങ്ങോട്ട് പോയി സെർച്ചൊക്കെ ചെയ്യാൻ പറഞ്ഞ് വിടുവാണ്. എന്നിട്ട് നേരെ യൂണർ അവിടെ മറിഞ്ഞു നിന്ന സ്ഥലത്തേക്ക് വരുന്നു. അവൾ ഒരു മെയ്ഡായിട്ടാണ് വരുന്നത്. എന്നെ അങ്ങനെ കണ്ടുപിടിച്ചെന്ന് നോക്കുമ്പോൾ അതെൻ്റെ ജോലിയാണ് എന്ന് പറയുവാണ്. കാര്യം എന്താണ്, ഷിയോയാൻ പോയേക്കാണല്ലോ, അവൻ എങ്ങനെയും തടയണം, അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ വന്നിന്. എന്നാൽ അവളോട് ഗോറിയിലും ചെറിലും അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞു. അതിനെന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചെയ്യുമ്പോൾ ഗുയാബ അത് സമ്മതിച്ചില്ല. പിന്നെ ഒരു വഴിയുണ്ട് എന്താണെന്ന് ആഗ്രഹത്തോടെ കേൾക്കുമ്പോഴാണ് നീ 3 ദിവസം പോയി അവിടെ ട്രെയിനിങ് ചെയ്യും എന്നിട്ട് പുറത്തു വാ, അതാണ് എന്ന രീതിയിൽ അവൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡീമൺ ഫ്ലെയിം വാലി എന്ന ഒരു മെർസനറി ക്യാമ്പാണ്. അവിടെയുള്ള ലൊക്കേഷനിലാകണം ഷിയോയാനും വരുന്നത്. ഗുയാബ കൊടുത്ത മാപ്പ്. അവിടെ ഒരുപാട് പേരുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ബോക്സ് ആയിട്ട് ഒരു പെൺകുട്ടി വരുന്നു. അവളുടെ പേര് ഷൗഷിയാൻ എന്നാണ്, അല്ലെങ്കിൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ ഇഷിയാൻ എന്ന് പറയാം. അവളെ തടഞ്ഞിട്ട് എവിടെ പോകുന്നു എന്നൊരാൾ അവളുടെ കയ്യിലുള്ള ബോക്സ് കണ്ടിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടെന്ന് വെച്ചാൽ അവളുടെ ലീഡറിന്റെ അടുത്തേക്ക്. അവരെയും പറഞ്ഞിട്ട് ഡീമൺ വാലിയിലെ മാസ്റ്റർ ആരെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ സെഡ്യൂസ് ചെയ്യാൻ നോക്കി. എന്നാൽ അവൾ സമ്മതിക്കുന്നില്ല. അവളുടെ കയ്യിലുള്ള ബോക്സ് അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഇതിനുള്ളിൽ എന്താണ് എന്നൊക്കെ ചോദിച്ച് അത് ഓപ്പൺ ചെയ്തു. അതിനുള്ളിലാകട്ടെ ഒരു ബ്ലാക്ക് സ്മോക്ക്. അത് ആ ലീഡറിനെ അഫക്റ്റ് ആക്കി. അതൊരു പോയിസൺ ആണ്. ഉടനെ വിച്ചോ എന്ന് പറഞ്ഞ് ഗാർഡ്സിനെ വിളിക്കുന്നു. എന്നാൽ വെളിയിലുള്ളവരെ വേറൊരു പെണ്ണ് വന്ന് കൊല്ലുവാണ്. ഒരാളെ പോലും വെറുതെ വിട്ടില്ല. എന്തിനാണ് ഇവരെയൊക്കെ കൊല്ലുന്നതെന്ന് ഇതുവരെ അറിയില്ല. നേരെ അകത്തോട്ട് വന്നിട്ട് അവളുടെ പേര് സിഷാൻ എന്നാണ്. നേരെ വന്നിട്ട് ആ ലീഡറിനെ കൊന്നുകളഞ്ഞു. എന്തിനാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ മാസ്റ്ററിന്റെ പ്ലാൻ അറിയാലോ. അപ്പോൾ ആരുടെയോ വാക്ക് കിട്ടിയിട്ടാണ് വരുന്നത്. അത് ആരൊക്കെയാണെന്ന് പോകെ കാണാം. അടുത്ത സ്റ്റെപ്പ് ജിയ മെമ്പറിൽ നിന്ന് വരുന്ന ആ ചെറുക്കൻ അവൻ ട്രാപ്പിലാകുന്നത് വെയിറ്റ് ചെയ്യണം. ആ വരുന്നത് ഷിയോയനാണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അടുത്ത ഷിയോയനാണ് കാണിക്കുന്നത്. അവനും അവിടെ എത്തി ആരും തന്നെ ഇല്ല. ഇവിടെ എന്താ ആരും ഇല്ലാത്ത എന്നൊരു സംശയം അവന് തോന്നി. അവിടെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ, അറ്റ്ലീസ്റ്റ് ആ പോർട്ടലിലേക്കുള്ള ലൊക്കേഷൻ അതിൻ്റെ വല്ല മാപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കുവാണ്. അത് കിട്ടി കാണണം. എന്നാൽ ഇവിടെ ഉള്ളവർ എവിടെ പോയതാണെന്ന് അവനറിയില്ല. എങ്കിലും ഒരു മെർസനറി ഗ്രൂപ്പ് അവരുടെ സ്വന്തം സോഡ് അത് കൊണ്ടുപോകാതിരിക്കില്ല. അവർക്ക് എന്തോ പറ്റിയെന്നത് അവന് മനസ്സിലായി. രാത്രി യൂണർ കൊടുത്ത ആ ഗ്രന്ഥം അത് പഠിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ യൂണർ ഗോറിലം അവിടെ ഉണ്ടല്ലോ, അവിടെ ട്രെയിനിങ് ചെയ്യുവാണ്. അവൾക്കും അത് ഫീഡ് ചെയ്യാൻ കഴിഞ്ഞു. പെട്ടെന്നാണ് അവന് ഇംബ്രർ സീല് ടെക്നിക്ക് ഫോളൻ ഹട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. അവൻ പിന്നെ ഹെവൻലി ഫ്ലെയിം ആ സ്പേസിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. ഒരാളുടെ വോയിസ്, ആരാ ഷിയോയൻ, നീ എന്നോട് ആരാണെന്നാണ് ചോദിക്കുന്നത്. നീ ഇപ്പോഴും ഫാളൻ ഹട്ട് ഫ്ലെയിം യൂസ് ചെയ്യുന്നില്ലേ? പുറത്താണെങ്കിൽ ഒരു കൊടും വിഷമുള്ള ഒരു തേട് അല്ലെങ്കിൽ സ്കോർപ്പിയൻ അത് അവനെ കുത്തനേറ്റ് വരുന്ന എന്ന മെഡൂസ തടഞ്ഞിട്ട് നീ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകുന്നത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. ഒളിച്ചു നിൽക്കാതെ പുറത്തു വാ എന്ന് ആരോട് പറയുന്നത് പോലെ. എന്നാൽ ഷിയോയൻ മെഡൂസ പോയതല്ലേ, പിന്നെ എന്തിനു വന്നേ? അതിനവൻ്റെ ചെവിക്ക് പിടിച്ച് തീർക്കുവാണ്. അവൻ മാസ്റ്റർ തപ്പി ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ട്രഷേഴ്സ് ഉണ്ട്. അതിൽ നിന്നും എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതെടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങോട്ട് ഒരാൾ വരുന്നത്. ഷിഷാൻ ആണ് വരുന്നത്. നേരെ ഇവളാണോ എന്ന രീതിയിൽ ജോൻ മെഡൂസ പോയി ഫൈറ്റ് ചെയ്യുവാണ്. രണ്ടുപേരുടെയും ഡൗ ലെവൽ എത്രയാണെന്ന് കാണിക്കുന്നില്ല. രണ്ടുപേർക്കും ഒരേ സ്ട്രെങ്ത് ആണെന്ന പോലെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട രണ്ടുപേരും അവിടെ നല്ല രീതിയിൽ പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നു. അതെല്ലാം നോക്കി ഷിയോയൻ നമ്മളെന്തിനാ ഒരു തൊല്ലേക്ക് പോണേ എന്ന രീതിയിൽ അവിടെ മാറി നിൽക്കുന്നു. ജോൻ മെഡൂസ അവളെ അടിച്ച് തെറിപ്പിച്ചു. ഷിയോയൻ, നീ ആരാണ്? മെർസനറി ഗ്രൂപ്പിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് ജോൻ മെഡൂസ അവളുടെ ബ്ലഡ് പോയിസണാണ്, അപ്പോൾ അവളുടെ ബോഡി മുഴുവൻ പോയിസണാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ജോൻ മെഡൂസ പിറകെ പോകാൻ നേരം നിൽക്ക്, ആ പോർട്ടലിലേക്കുള്ള മാപ്പ് കൊടുത്തിട്ട് ഇത് ടെലിപ്പോർട്ടേഷൻ പോർട്ടലിലേക്കുള്ളതാണ്, എൻ്റെ കൂടെ പ്രൊട്ടക്ഷനായിട്ട് വാ എന്ന്. അതൊന്നും കേൾക്കാത്ത ജോൻ മെഡൂസ പോയി. ഈ സമയത്താണ് ഇഷിയാൻ അങ്ങോട്ട് വരുന്നത്. അത് അവന് മനസ്സിലായിട്ട്
പുറത്തു വാ എന്നാൽ അവള് വരുന്നതിനോടൊപ്പം നൈസായിട്ട് ഒരു പോയിസൺ കൂടി കണ്ടെത്തി അവനെ അങ്ങ് മയക്കി. എന്നിട്ട് കൊല്ലാനായിട്ട് നോക്കുമ്പോൾ ഉണ്ട് അവന്റെ മുഖം അപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് ഷോക്കായി. പാസ്റ്റില് അവന്റെ മുഖത്തോട്ട് ഒരെണ്ണം കൊടുത്ത് എന്നിട്ട് ദേഷ്യപ്പെടുമ്പോൾ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നീ സൂര്യന്റെ താഴെയാണുള്ളത് എന്ന് ഈശ്വരൻ എന്റെ ഫുൾ പോയിസൺ അറ്റാക്ക് ചെയ്താൽ ചുറ്റുമുള്ള എല്ലാവരും മരിക്കും. നീ പോയില്ലെങ്കിൽ നിന്നെ അവർ കൊല്ലുകയും ചെയ്യും. എനിക്ക് നിന്നെ കൊല്ലാൻ ഇട്ടുകൊടുക്കാൻ കഴിയില്ല. എന്ന സിയോയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതോർത്ത് ഇത് അവനാണോ എന്ന് ഉറപ്പിക്കാനായിട്ട് അറിഞ്ഞ് അത് നോക്കി ഉറപ്പിച്ചു. അതും കൂടി കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമായി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.